കർത്താവിൽ ബഹുമാന്യരെ, നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ 13ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവ തൃത്വം എപ്രകാരം ഐക്യതയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ, നമ്മുടെ വീണ്ടെടുപ്പിൽ, നമ്മുടെ രക്ഷയിൽ എപ്രകാരമാണ് ദൈവിക തൃത്വം പരസ്പരം യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. തുടർന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവനാണ്. തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവം വിശ്വസ്തനും നാം വായിക്കുന്നു. അതുപോലെ തന്നെ പുത്രനായ ദൈവം നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു. അതായത് പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്കുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവായ ദൈവം, പുത്രനായ ദൈവം നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം ഈ ബന്ധത്തെയും കൂട്ടായ്മയും നമ്മുടെ പ്രായോഗിക ജീവിതതലത്തിൽ ഫലപ്രദമാക്കി തീർക്കുന്നു. എഫേസ്യർ 2:12 വാക്യം. അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥനയിൽ ഈ ത്രിയേക ദൈവം എപ്രകാരം വർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ത്രിയേക ദൈവത്തിന്റെ സഹവർത്തിത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിതാവാൻ ദൈവം നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ആ വാക്യം നമ്മൾ വായിക്കുന്നത് പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്നു എന്നാണ്. അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെട്ടതിന് അവൻ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് കർത്താവായ യേശു പ്രസ്താവിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നു. റോമർ 8:26. വീണ്ടും വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല, എന്നാൽ ആത്മാവദാനം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷവാദം ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തോടാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം പ്രാർത്ഥനയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു. അടുത്തതായി മഹത്വത്തിൽ ദൈവം എങ്ങനെയാണ് ഒന്നിച്ച് ഈ ത്രിയേക ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. പിതാവായ ദൈവം അനുക്രമമായി, അതായത് ഈ കാലത്തിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ റിഡംറ്റീവ് പദ്ധതി, വീണ്ടെടുപ്പിന്റെ പദ്ധതി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അനുക്രമമായി രാജ്യം, സഹസ്രാബ്ദ രാജ്യം ഏറ്റുവാങ്ങും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. പിതാവ് താൻ സകലത്തിനും സകലവുമായിരിക്കണമേ, പുത്രൻ താൻ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. പുത്രനായ ദൈവം നമ്മുടെ ദ്രവത്വമുള്ള ഈ ശരീരത്തെ അദ്രവത്വമായ തന്റെ ശരീരത്തോട് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തും. അത് നമ്മൾ ഫിലിപ്പിയ ലേഖനം 3:21 വായിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമാകട്ടെ നമ്മെ എന്ത് ചെയ്യുന്നു? ആ നിലയിൽ രൂപാന്തരത്തിനായി നമ്മെ അനുരൂപരായി, കർത്താവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മഹത്വത്തിൽ, അതായത് അനധിവിദൂര ഭാവിയിൽ പിതാവായ ദൈവം രാജ്യം ഏറ്റെടുക്കുന്നു. പുത്രനായ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? അദ്രവത്വം ഉള്ളവരായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുവാൻ നമ്മെ ഒരുക്കുന്നു. അടുത്തതായി നമ്മെ വീണ്ടും ജനിപ്പിക്കുന്ന പ്രവൃത്തിയിൽ എങ്ങനെയാണ് ത്രിയേക ദൈവം പ്രവർത്തിക്കുന്നത്? പിതാവായ ദൈവം തന്റെ പുതിയ നാമം തന്റെ മഹത്വത്തിൽ നമുക്കായി രേഖപ്പെടുത്തുന്നു. അതായത് രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും പിതാവായ ദൈവം തന്റെ പുതിയ നാമം അവരെ ധരിപ്പിക്കുന്നു. ലൂക്കോസ് 10:20. പുത്രനായ ദൈവം തന്റെ വിലയേറിയ രക്തം കൊണ്ട് പാപിയെ വിശുദ്ധീകരിച്ച് ദൈവ പൈതലാക്കി തീർക്കുന്നു. എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. പരിശുദ്ധാത്മാവായ ദൈവം വീണ്ടും ജന്മം എന്ന പരിപ്രവർത്തനം അത്ഭുതസാധ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ തീർക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ പിതാവായ ദൈവം കൈക്കൊണ്ട് ഒരു പുതിയ നാമം നമുക്ക് നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ ചോരയാൽ നമ്മെ വീണ്ടെടുത്ത് നമ്മെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഉള്ളിൽ ഒരു ജീവനെ ഉൽപാദമാക്കുന്നു. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതുജീവൻ നമ്മിൽ ഉൽപാദമാക്കി നമ്മെ ദൈവമക്കളാക്കി സ്വീകരിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക തൃത്വത്തിന്റെ സഹവർത്തിത്വത്തോടുകൂടിയ പ്രവർത്തന ശൈലി പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് സുദീർഘമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും തുടർന്നും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വയൽ പ്രദേശത്തെ ശുശ്രൂഷയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.